ഇത്തിരീസ് മീഡിയ മിക്സിൽ ഇന്ന് നമ്മൾ ചെയ്യുന്നത് പൊട്ടറ്റോ മസാല കറി. നമുക്ക് വീഡിയോ കാണാം. ഇത്തിരീസ് മീഡിയ മിക്സ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കം ലെറ്റ്സ് വാച്ച് ദ വീഡിയോ. പൊട്ടറ്റോ മസാലയുടെ ആദ്യ ഭാഗമായിട്ട് വലിയ നീളത്തിലരിഞ്ഞ 3 പൊട്ടറ്റോ, അത് ഒരു പാത്രത്തിൽ ഒരൽപ്പം വെള്ളത്തിൽ, തൊലി കളയാതെ കൊണ്ട് എടുത്താൽ മതി കേട്ടോ. അത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളത്തിൽ നമുക്ക് ഒരൽപ്പം ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഉപ്പ് കൂടെ ചേർക്കണം. കാര്യം പൊട്ടറ്റോയുടെ ഉള്ളിലൊക്കെ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേവിക്കുമ്പോൾ തന്നെ ഉപ്പ് കൂടെ ചേർത്ത് വേവിക്കുന്നത്. തൊലി കളയാതെ എടുത്ത 3 പൊട്ടറ്റോ ഇനി ഏകദേശം ഒരു 10 മിനിറ്റെങ്കിലും ഇതിനകത്തിരുന്ന് നന്നായിട്ട് തിളച്ച് വേകണം. കാര്യം വെന്തിട്ട് നമുക്ക് ആ തൊലിയൊക്കെ പൊളിച്ചെടുക്കേണ്ടതാണ്. ആ രീതിയിൽ നല്ലതുപോലെ വേകാനായിട്ട് നമുക്ക് വെച്ചിട്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ. ഇതിന് നമുക്ക് ഈ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം തൊലിയൊക്കെ പൊളിച്ച് ഉടച്ചെടുക്കാം. ഓക്കെ, നമ്മുടെ ഉരുളക്കിഴങ്ങ് ഊറ്റിയെടുത്ത് ഇനിയിപ്പോൾ അതിന്റെ തൊലി കളഞ്ഞെടുക്കാമേ. അതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് അത് പൊടിച്ചെടുക്കാം. ഓക്കെ, നമ്മളിത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് മസാല ഗ്രേവി തയ്യാറാക്കാം. ഓക്കെ, നമ്മുടെ പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടാകുന്നുണ്ട്. അതിനകത്തേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക്, ഇനി വറ്റൽമുളക് 2 എണ്ണം, അത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിനകത്തേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒരൽപ്പം ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് പച്ചമുളക് 2 പച്ചമുളക് നീളത്തിലരിഞ്ഞ് എടുത്തത് അതും ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട്. സവോള നീളത്തിലരിഞ്ഞത്, 1 സവോള നീളത്തിലരിഞ്ഞ് അതും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിനകത്തേക്ക്. എന്നിട്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. ഓക്കെ, സവോള ഇപ്പം അത്യാവശ്യം പകുതി വഴന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 2 തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് 2 തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് എല്ലാ സൈഡിലും പിടിച്ചിട്ട് കുറച്ചൊരൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിലേക്ക്. ഇനി നമുക്ക് മൂടി വെച്ച് വേവാൻ വിടാം. കുറച്ച് നേരത്തേക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഈ തക്കാളിയും മറ്റുള്ളതും എല്ലാം നന്നായി വഴന്ന് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 2 സ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. പിന്നെ മല്ലിപ്പൊടി 2 ടീസ്പൂൺ, പെരിഞ്ജീരകത്തിന്റെ പൊടി ഒരൽപ്പം, ഗരം മസാലപ്പൊടി 1 സ്പൂൺ, ഒരൽപ്പം മഞ്ഞൾ പൊടി. ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആ ഉടച്ചു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് എടുത്ത് ചേർക്കാം. ഉടച്ചു വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് ഒന്ന് എല്ലായിടത്തും മിക്സ് ചെയ്യുന്നത് പോലെ ഒരൽപ്പം കുരുമുളക് പൊടി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ.
ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം, നിങ്ങൾക്ക് ഒരുപാട് കുറുകലിൽ മതിയെങ്കിൽ കുറച്ച് വെള്ളം, കുറച്ചുകൂടി ചാറ് വേണമെങ്കിൽ കൂടുതൽ വെള്ളം, അങ്ങനെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് എല്ലായിടത്തും ചേരുന്ന പോലെ ഒന്ന് ഇളക്കിയിട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. നന്നായിട്ട് ഇളക്കിയിട്ടിട്ട് ഒരു 3 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം. ഓക്കെ, നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാല നന്നായിട്ട് വെന്ത് എല്ലാം കുറുകി റെഡി ആയിട്ടുണ്ട്. വളരെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ടേസ്റ്റിയാണ്, കണ്ടോ, വളരെ നല്ല കറിയാണ്. ചപ്പാത്തിയുടെ കൂടെയും മറ്റു പലഹാരങ്ങളുടെ കൂടെയൊക്കെ കഴിക്കാവുന്ന കറിയാണ്. പിന്നെ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി പരീക്ഷിച്ച് നോക്കണം. എനിക്ക് ലൈക്ക് ചെയ്യണം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത്തിരീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ.